മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യമാണ്. നന്മകളുടെ അടിത്തറയാണത്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യം അതാണ്. പരലോകമുണ്ട് എന്ന വിശ്വാസം. മരിച്ചതിന് ശേഷം നിന്റെ ഖബറിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ജീവിതം, നീ കണ്ണടച്ചാൽ നിന്നെ കാത്തിരിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടെ നീ നിന്റെ പ്രവർത്തനങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നന്മ ചെയ്തവർക്ക് വിജയമുണ്ട്, തിന്മ ചെയ്തവർക്ക് പരാജയമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്, ചോദ്യം ചെയ്യലുകളുണ്ട്. നീ ഉപയോഗപ്പെടുത്തിയ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യലുകളുണ്ട്. അങ്ങനെ ഒരു പരലോകം വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ള ഒരു നന്മ ചെയ്താൽ അവനത് കാണുന്നതാണ്. ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ള ഒരു തിന്മ ചെയ്താൽ അവനത് കാണുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ വിശ്വാസം, പരലോകമുണ്ട് എന്ന വിശ്വാസം. എന്താണ് അതിനുള്ള തെളിവ്? ഭൂമിയിൽ അതിനുള്ള തെളിവുണ്ട്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ തെളിവാണ് പരലോകമുണ്ട് എന്നതിനുള്ള തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്ന് അവൻ ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നു, ജീവനില്ലാത്തതിൽ നിന്ന് അവൻ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന എളുപ്പമുള്ള ഉദാഹരണം പറയാം. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ വതറൽ അർദ ഹാമിദതൻ, ഭൂമി അതാ വരണ്ടുണങ്ങി, ജീവന്റെ ഒരു തുടിപ്പുമില്ലാതെ ഉണങ്ങി വരണ്ട് യാതൊരു അവശേഷിപ്പുമില്ലാതെ കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ഭൂമിയിലേക്ക് നോക്കിയാൽ ഒന്നും അവിടെയില്ല. ഭൂമി ചത്തുണങ്ങി കിടക്കുകയാണ്. നിങ്ങൾ പോയിട്ടില്ലേ വേനൽക്കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് നോക്കുക? ഒരു വിത്തിന് ഇനി അവിടെ ബാക്കി നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വിത്തിന്, ഒരു ചെറിയ വിത്ത് ഇനി അവിടെ ബാക്കിയുണ്ടാകും? ആ ചുട്ടുപൊള്ളുന്ന വേനലിൽ ഇനി ഒരു ചെടിക്കുള്ള വിത്ത്, അതിനുള്ള പുൽനാമ്പുകൾ അവിടെ ബാക്കി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അല്ലാഹു ആകാശത്തു നിന്ന് മഴയിറക്കി കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നിന്നത് അത്ഭുതകരമായി മനുഷ്യന്റെ കണ്ണുകൾക്ക് തണുപ്പ് നൽകുന്ന, മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന പച്ചപ്പ് പുറത്തേക്ക് വരുന്നു. എവിടെ നിന്നാണ് ഇത് വന്നത്? സഹോദരങ്ങളെ, ചിലിയിൽ ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വരണ്ട പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു മരുഭൂമിയുണ്ട്. അറ്റാക്കാമ മരുഭൂമി എന്നാണ് അതിൻ്റെ പേര്. ഭൂമിയിൽ ഏറ്റവും വരൾച്ചയുള്ള പ്രദേശം അതാണ്. സാധാരണ നമ്മൾ മരുഭൂമികളെ കുറിച്ച് പറയും സഹാറ എന്നൊക്കെ പറയും. ആളുകൾ ചിലരെങ്കിലും കേട്ടിട്ടില്ലാത്ത കാര്യമാണിത്. മഴ ഏറ്റവും കുറഞ്ഞു മാത്രം പെയ്യുന്ന സ്ഥലം. വർഷങ്ങൾ മഴ പെയ്യാതെ ആ നാടുകളിൽ വരൾച്ച തുടരാറുണ്ട്. ജീവികളില്ലാത്ത, അതല്ലെങ്കിൽ വിരളമായി മാത്രം ജീവികളെ കാണാൻ കഴിയുന്ന വരണ്ടുണങ്ങിയ മരുഭൂമി. വർഷങ്ങൾ മഴയില്ല. നിങ്ങൾ പോയി അന്വേഷിക്കുക. ആ മരുഭൂമികളിൽ ഏതെങ്കിലും ഒരു 1-2 ദിവസങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഊട്ടിയിൽ പോയാൽ കാണും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്ന, മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വാരങ്ങൾ, കിലോമീറ്ററുകൾ നിറയെ ചെടികൾ വളർന്നു പൊന്തിയ കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ ഒരു ജീവന്റെ തുടിപ്പ് അല്ലാഹു ബാക്കി വെച്ചത്? അതുപോലെ അല്ലാഹു മനുഷ്യരെ പുറത്തു കൊണ്ടുവരും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പുനരുജ്ജീവിപ്പിക്കും. നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. നീ പരിഹാസം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ വന്ന് കളിയാക്കി പോയ ആളുകളുണ്ടല്ലോ, ഈ പരിഹാസം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ വരും, ഞങ്ങളും വരും, എല്ലാവരും വന്നെത്തുന്ന ഒരു പരലോകമുണ്ട് എന്ന ഉറപ്പിന് മുകളിലാണ് ഈ പരിപാടിയും ഇതുപോലുള്ള പരിപാടികളും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു നൽകിയ അത്ഭുതങ്ങളിൽ പെട്ടതാണ് സഹോദരങ്ങളെ ഈ പറയുന്ന പ്രപഞ്ചത്തിലെ അത്ഭുതം. മനുഷ്യർക്ക് മുന്നിൽ അല്ലാഹു നിശ്ചയിച്ചു നൽകിയ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്.